അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് കണ്ടു. ഇത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസി തന്നെ 6ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു പ്രീക്വലോ നല്ലൊരു സീക്വലായിട്ട് സർവൈവ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. സോ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് തന്നെ ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ ഒരു ഫിലിം ഫ്രാഞ്ചൈസ് ആണ് ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 ഞാൻ ആദ്യം കണ്ടത്. ഞാൻ ചൈൽഡ്ഹുഡ് ഫസ്റ്റ് തന്നെ ഒരു R-rated, അതായത് അത്രയ്ക്കും വയലൻ്റ് ആയിട്ടുള്ള സിനിമ അതാണ് കണ്ടത്. സോ ഈ 6ാമത്തെ ഇൻസ്റ്റാൾമെന്റ് സിനിമ കാണാൻ പറ്റിയ ഈ 5 സിനിമകളും കാണണമെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ഇല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കൊരു ഫുള്ളി സ്റ്റാൻഡ് ലോൺ മോഡിൽ സിനിമ കാണാം. ഒരു മുന്നത്തെ ഒരു സിനിമയിൽ കാണേണ്ട ആവശ്യമില്ല. ഇതൊരു സീക്വലായിട്ട് വരുന്ന സിനിമ തന്നെയാണ്, ബട്ട് എന്നാൽ ഒരു റീബൂട്ടഡ് വേർഷൻ പോലെയാണ് ഇത് നമുക്ക് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു പുതിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ വന്നത്. സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മൊത്തത്തിൽ ഓവറോൾ ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. കിടിലം പടമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെയല്ല ഈ സാധനം. ഇത് മൊത്തം ഒരു വെറൈറ്റി സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 ഇറങ്ങിയിട്ട് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ ഇറങ്ങുന്നത്. സോ ഒരു ഫസ്റ്റ് ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവിയും കൂടിയാണ് ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തത്. എസ്പെഷ്യലി ഈ ജനറേഷനിൽ കൊണ്ടുവരാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഒരു വെറൈറ്റി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മികച്ച നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണാൻ വരുന്നത് വെച്ചാൽ ഓരോ ആൾക്കാരും മരിക്കുന്നതാണ്, ഓരോ ആൾക്കാർ വെറൈറ്റി ആയ രീതിയിൽ മരിക്കുന്നത്. അത്രയ്ക്കും വയലൻസ് ആയിട്ടുള്ള ഒരു ഗോർ വയലൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ എന്ന് പറയുമ്പോൾ. വയലൻസും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ കൂടുതൽ ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലാണ്. അത് എനിക്ക് ഈ സിനിമ ഫുൾ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരു വെറൈറ്റി സ്റ്റോറി ടെല്ലിങ്ങാണ്. മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സിനിമ കണ്ട ഒരു ഇമേജ് നമ്മൾ മനസ്സിൽ വരും. അതായത് മുന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എന്താണ് ഒരു ഗോസ്റ്റ് പോലെ സംഭവങ്ങളിലാണ് നടക്കുന്നത്, ഒരു ഡെത്ത് എല്ലാവർക്കും സംഭവിക്കുന്നത്, പക്ഷേ എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നത്. പക്ഷേ ഈ സിനിമയിലെന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ നല്ല ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്താണ് ഡെത്ത്, അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സ്റ്റോറി ടെല്ലിങ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു നല്ല സ്റ്റോറിയും കൂടി ഇതിനകത്ത് നല്ല പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ മുന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെ അങ്ങനെ ഫുള്ളി ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡെത്ത് സീക്വൻസും കാര്യങ്ങളും ഇല്ലാന്നല്ല, അതെല്ലാം ഉണ്ട്. ബട്ട് അതിന് കൂടെ തന്നെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഹാഫ്, ഈ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് കയ്യിലെ പോലെ എനിക്ക് തോന്നി. ഒരു 10 മിനിറ്റ് ഒരു വീഡിയോ കണ്ടിട്ട് അപ്പാടെ ഇൻ്റർവെൽ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് കാരണം അങ്ങനെയാണ്. അതായത് ഈ സിനിമേൻ്റെ ഒരു മെയിൻ കോറിൽ വരെ എത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് അതിൻ്റെ ഒരു മെയിൻ പ്ലേസ്മെൻറ്റും കാര്യങ്ങളുള്ളത്. ഒരു ഹോസ്പിറ്റലിൽ വെച്ച ഒരു സീക്വൻസ് ഉണ്ട് മോനെ. എനിക്ക് ഈ സിനിമ എൻ്റയർലി ഒരു സീക്വൻസ് ഇഷ്ടപ്പെട്ട ഒരു ഡെത്ത് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ സീൻ. അത് സ്പോയിലർ അതിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല. ആൻഡ് മുന്നത്തെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒരു ക്യാരക്ടറൊക്കെ അതിനകത്ത് റിട്ടേൺ ആയി വരുന്നുണ്ട്. നിങ്ങൾ ട്രെയിലറിലും കണ്ടാൽ മനസ്സിലാവും. സോ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ടോണി ടോണായ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ശരിക്കും റിയൽ ലൈഫിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒരു ക്യാരക്ടറിന് മികച്ചൊരു സെൻഡ് ഓഫ് കൊടുക്കാൻ പറ്റിയ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ക്യാരക്ടർ കുറച്ച് സമയമുള്ളൂ, ബട്ട് ഒരു ക്യാരക്ടർ പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അത് സിനിമയിൽ കറക്റ്റ് ആപ്റ്റാണ്. ഇതിൻ്റെ സ്റ്റോറിയോ കാര്യങ്ങൾ അതിൻ്റെ സ്പോയിലർ അതിനെ കൊണ്ട് പറയുന്നില്ല. അതൊക്കെ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ്. ആൻഡ് ആ ഹോസ്പിറ്റൽ സീൻ ഞാൻ അതിനകത്ത് ഇപ്പം പറയുന്നത് ഗംഭീര സീനാണ്. അത് അങ്ങനെ നോക്കി വെച്ചോളൂ. എനിക്ക് ഈ ഒരു സിനിമയിൽ എൻ്റയർ നോക്കിയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സീക്വൻസ് അതാണ്. പിന്നെ ചില വയലൻസ് സീക്വൻസ് ഒക്കെ അങ്ങനെ ഭയങ്കര വയലൻ്റ് ആയിട്ടൊന്നും കാണിച്ചിട്ടുള്ളൂ. വയലൻസും കുറക്കം ഭയങ്കര കമ്മിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അല്ല കുറച്ച് സീക്വൻസ് ഒക്കെ കട്ട് ചെയ്തിനൊന്നും നമുക്ക് പറയാനും പറ്റില്ല. അതായത് ഒരു വയലൻ്റ് സീക്വൻസ് വരുമ്പോൾ തന്നെ അപ്പാടെ ഒരു കട്ട് ചെയ്തിട്ട് വേറെ സീക്വൻസ് വരുന്നവരെ അതിനകത്ത് ഇവർ കാണിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ഭയങ്കര വയലൻസും കുറൊക്കെ കാണാൻ വരുന്ന ആൾക്കാർക്ക് കുറച്ചൊരു നിരാശ നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലായിട്ടുള്ള കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ നല്ലിക്കാൻ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു അങ്ങനെ ദഹിച്ചിട്ടില്ല സിനിമയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് എല്ലാം കൂടി ഓവറോൾ കണ്ടുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് കിടിലം തന്നെയാണ് സിനിമ നൽകിയിട്ടുള്ളത്. സോ ഒരു തട്ടിക്കൂട്ടി പടം എന്നല്ല ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഞാൻ വിചാരിച്ചൊരു തട്ടിക്കൂട്ടി പടമായിരിക്കും. ഈ ഒരു ഫ്രാഞ്ചൈസിനെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെറുതെ ഒരു തട്ടിക്കൂട്ടി സ്ക്രിപ്റ്റ് എല്ലാം വെച്ചിട്ട് വെറുതെ ഇറക്കുന്നതായിരിക്കും. അങ്ങനത്തെ കുറേ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സംഭവമില്ല. നല്ലൊരു സ്റ്റോറി ലൈൻ, നല്ല ഗംഭീര എക്സിക്യൂഷൻ ഈ സിനിമയ്ക്ക് ഉണ്ട്. സോ ഫസ്റ്റ് ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സ്കൈ ലൈൻ എന്ന് പറഞ്ഞൊരു സ്കൈലൊരു ഹോട്ടലുള്ളൊരു സീക്വൻസ്, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞേ പറ്റൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാ സാധനമുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്കൊരു ടി വി കണ്ടാലും ഒരു രസം ഇതിൻ്റെ അകത്ത് കിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തോന്നിയ കാര്യം ഇത് 2D ആണ്. ഇത് 3D വരുന്ന ഒരു സിനിമ തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 3D വന്നിട്ട് ഗംഭീര എക്സ്പീരിയൻസും കൂടി വരുന്നതിന് ഓവറോൾ തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ചില സീക്വൻസ് ഒക്കെ കാണുമ്പോൾ അത് 3D കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഗംഭീര എക്സ്പീരിയൻസ് ആവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. സോ 3D കൂടി ഈ സിനിമ വേണമായിരുന്നു. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 2D മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 5 ഞാനൊരു 3Dയിലാണ് കണ്ടത്, 3D ഗ്ലാസ് വെച്ചിട്ട്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ഓവറോൾ സിനിമ നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഷോർട്ടുകൾ അങ്ങോട്ടിങ്ങോട്ട് ലാഗെല്ലാം ഉണ്ട്. പിന്നെ ഓവറോൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഒരു കിടിലം മൂവി തന്നെ തോന്നി. എനിക്ക് നല്ലൊരു വാച്ച് ചെയ്ത സിനിമ ഫീൽ ചെയ്തു. കണ്ടിച്ചാൽ എന്തായാലും തീർച്ചയായും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, അത്ര പറയാനുള്ളൂ.